ഈ റാക്കറ്റ് സ്പോർട്സ് കളിക്കുന്ന എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റൺ പോലത്തെ ഗെയിം കളിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ കീബോർഡ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ റിപ്പീറ്റഡ് യൂസ് കൊണ്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എൽബോന്റെ ഒക്കെ ഈ ഒരു പുറം ഭാഗത്ത് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പെയിനാണ്, ആ ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ടെന്നീസ് എൽബോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നേരെ ഈ സെഗ്മെന്റ് മസിൽസിനെ വളരെ ഇത് റിപ്പീറ്റഡ് യൂസ് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടായത്, ഇൻഫ്ലമേഷൻ ഉണ്ടായത്. പിന്നെയും അവിടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സസൈസ് കൊടുക്കുക, അങ്ങനെ ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്. യൂഷ്വലി ഇപ്പോൾ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണെങ്കിൽ ഒരു സ്മാഷ് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യലാണ് അല്ലെ, സ്മാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്താണ്, ഈ ഷോൾഡർ ആണ് ആ ഫോഴ്സ് എന്ത് ചെയ്യണത്, ജനറേറ്റ് ചെയ്യണത്. ഷോൾഡറിന്റെ മസിൽസ്, ഷോൾഡറിന്റെ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ 4 മസിൽസ് ഉണ്ട്. ആ മസിൽസ് വീക്ക് ആണെങ്കിൽ ഇത് എന്താ ചോദിച്ചാൽ ഇവിടെ വരുന്ന ലോഡ് ഈ എൽബോയിലേക്ക് ഷിഫ്റ്റ് ആയി എൽബോയിൽ ഓവർലോഡ് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഷോൾഡർ മസിൽസിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അസസ് ചെയ്യണം. അപ്പം പ്രോബ്ലം ഇവിടാണ്, പക്ഷെ ഇതിന്റെ ഒരു റൂട്ട് കോസ് ഉണ്ട്. ഇതുണ്ടായ ചിലപ്പം ഇതാണ് കാരണം. അപ്പൊ നമ്മൾ ഇവിടെ പോയി ട്രീറ്റ് ചെയ്ത് ഇവിടുത്തെ വേദന പോക്കാൻ ഇപ്പം പെയിൻ കില്ലർ വെച്ചിട്ട് വേദന പോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അൾട്രാസൗണ്ട് പോലത്തെ അല്ലെങ്കിൽ ടെൻസ് വെച്ച് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് പെയിനെ റെഡ്യൂസ് ചെയ്യാം. പക്ഷെ ആ പെയിന് പിന്നെയും ആ പ്ലെയർ അല്ലെങ്കിൽ അയാൾ പിന്നെയും അത് ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെയും ആ വേദന വരും. കാരണം വെച്ചാൽ ഇതിന്റെ റൂട്ട് കോസ് ഇവിടെയാണ്, ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഈ പെയിനെ മാത്രം ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ റൂട്ട് കോസിനെയും കൂടി ട്രീറ്റ് ചെയ്യാം.